അടുത്ത ലാബ് 34 ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. ഇത് സെക്കൻഡ് ഇയർ ലാബാണ്. LPP പോലെ തന്നെ എളുപ്പമുള്ള ലാബാണ്. നമ്മൾ തിയറിയിൽ പഠിക്കുന്നത് പോലെ തന്നെ ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിക്കാനായിട്ടുള്ള ലാബാണിത്. ഇവിടെ നമുക്ക് കുറച്ച് കർവ്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ വേരിയേഷനും തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇവിടെ ആദ്യം ഒരു അപ്ലൈറ്റ് കൺസ്ട്രക്ഷൻ ആണ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x is equal to 2x² plus 1. അപ്പം f of x is equal to 2x² plus 1 വരച്ചു. അടുത്തത് യൂസിങ് ദ ഇൻപുട്ട് കമാൻഡ് a is equal to integral f, -2, 1. അപ്പോൾ ഈ കമാൻഡ് അതുപോലെ തന്നെ ഇൻപുട്ട് ബോക്സിനകത്ത് കൊടുക്കാം. സ്മോൾ ലെറ്റർ a ആണ്. സ്മോൾ ലെറ്റർ is equal to integral സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് f, -2, 1. ഓക്കെ, നമുക്കിവിടെ ഇൻ്റഗ്രൽ അടിക്കുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ടായിരുന്നു. അത് തൽക്കാലം മൈൻഡ് ചെയ്യണ്ട. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇത് അടിച്ചു കൊടുത്താൽ മതി. എൻ്റർ ചെയ്യാം. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y is equal to f of x, x ആക്സിസ് ബിറ്റ്വീൻ x is equal to -2 and 1. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ -2, 1 ആണ് ഈ കിടക്കുന്ന -2, 1. അപ്പോൾ നമുക്ക് വേരിയേഷൻ മാറ്റാനായിട്ട്, ഈ പറയുന്ന വേരിയേഷൻ മാറ്റാനായിട്ട് ഈ കമാൻഡിൻ്റെ അകത്ത് നമ്മൾ കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ കർവ് ബൗണ്ട് ചെയ്യുന്ന, എക്സ് ആക്സിസ് ബൗണ്ട് ചെയ്യുന്ന x is equal to -2, x is equal to 1 എന്ന് പറയുന്ന ലൈൻ ബൗണ്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈസ് a is equal to 9. അതാണ് ഷെയ്ഡ് ചെയ്ത് വന്നിരിക്കുന്നത്. a is equal to 9 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് അപ്ലൈറ്റ് കൺസ്ട്രക്റ്റഡ് ഏരിയ is equal to 9. അടുത്ത പറഞ്ഞിരിക്കുന്നത് ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ഫംഗ്ഷൻ എഫ്. എഫിന് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ സ്ലൈഡ് ടൂളിൻ്റെ അകത്ത് ലാസ്റ്റായിട്ട് ഇൻപുട്ട് ബോക്സ് കിടപ്പുണ്ട്. സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എഫിനാണ് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാപ്ഷൻ എഫ്, ലിങ്ക്ഡ് ഒബ്ജക്റ്റ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അടുത്തത് വി ക്യാൻ എഡിറ്റ് ദ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് ബൈ ഡബിൾ ക്ലിക്കിംഗ് ഓൺ ദ റീജിയൻ എ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് കർവ് ഉണ്ട്. ഈ കർവാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻ മാറ്റാനായിട്ട് നമുക്കിവിടെ ഓൾറെഡി ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ വേരിയേഷൻ മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ വേരിയേഷൻ മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y² is equal to 2x plus 5. y² is equal to 2x plus 5 എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് y² is equal to 2x plus 5 എന്നാണ്. നമുക്കൊരു ഫംഗ്ഷൻ ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇതിനെ നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ തിയറിയിൽ ചെയ്യുന്നത് പോലെ തന്നെ എക്സിൻ്റെ വേരിയേഷൻ ആണല്ലോ ഇവിടെ തന്നിരിക്കുന്നത്. x is equal to 2 to x is equal to 5 ആണ് തന്നിരിക്കുന്നത്. എക്സിൻ്റെ വേരിയേഷൻ തരുമ്പം y is equal to എന്നുള്ള രീതിയിൽ മാറ്റണം. അപ്പോൾ y is equal to എന്താവും, √2x plus 5 ആകും. ഇത് വേണം നമ്മൾ ഇൻപുട്ട് ബോക്സിൻ്റെ അകത്തേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതാണ് വേരിയേഷൻ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇൻപുട്ട് ബോക്സിൻ്റെ അകത്ത് എന്താ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്, √SQRT, റൂട്ടിൻ്റെ അകത്ത് 2x plus 5 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വേരിയേഷൻ 2 to 5 ആണ്. 2 to 5 ആണ്. അപ്പോൾ ഇവിടെ ഏരിയയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് വേരിയേഷൻ 2 തൊട്ട് 5 വരെ നോക്കി കൊടുക്കുക. അപ്ലൈ. അപ്പോൾ 2 തൊട്ട് 5 വരെ ഈ കർവിൻ്റെ ഏരിയ above the x axis എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ above the x axis നിങ്ങൾക്കിത് നോക്കുവാണെങ്കിൽ ഇതൊരു പരാബോളിക് ഷേപ്പാണ്. ഇതിൻ്റെ ഷേപ്പ് പോയിരിക്കുന്നത് ഒരു പരാബോള. ഇങ്ങോട്ടേക്ക് താഴെ ഉണ്ടായിരുന്നു എങ്കിൽ ഒരു പരാബോളയുടെ ഹാഫ് ഷേപ്പായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ y² is equal to 2x plus 5 ജസ്റ്റ് ഒന്ന് കൊടുക്കാം.
വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2x പ്ലസ് 5 എന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കണ്ടോ, വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2x പ്ലസ് 5 എന്ന് പറയുന്ന ഈ ബ്ലൂ കളർ ഷേപ്പിലെ ഒരു പരാബോളയായിരുന്നു. അപ്പം അവർ പറഞ്ഞിരിക്കുന്നത് എബവ് ദ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ കിട്ടിയ ഏരിയ 2 തൊട്ട് 5 വരെയുള്ള വേരിയേഷനിൽ ഈ കിട്ടിയിരിക്കുന്ന ഏരിയ 10.36 മാത്രം നമ്മൾ എടുത്താൽ മതി. സപ്പോസ് ഈ ഒരു ടേം എക്സ് ആക്സിസ് എന്ന് ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ 10.36നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ ഏരിയ വേണമായിരുന്നു നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എബോവ് ദ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊരു പരാബോളയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് ചോദിക്കുന്നത് പരാബോളയുടെ കേസ് എങ്ങനെ ചോദിക്കാറുള്ളൂ, ഇൻറ്റു 2 വരുന്നത് മിക്കവാറും പരാബോളിക് കേർവ്സ് ആണ്, അല്ലാതെ ഒരു കേർവ്സ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ അത് ഇങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നോക്കുക, ഒരു പരാബോളിക് ഷേപ്പ് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അത് എബോവ് എക്സ് ആക്സിസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. എബോവ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയ ഏരിയ എടുത്താൽ മതി. ഏതാ എബോവ് ദ എക്സ് ആക്സിസ് എന്ന് പറയുകയാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, കിട്ടുന്ന ഏരിയ എടുത്താൽ മതി. പക്ഷേ ഈ ഒരു ടേം ഇല്ല എങ്കിൽ ഈ കിട്ടുന്ന ഏരിയനെ ഇൻറ്റു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ വാല്യൂ നമുക്ക് 10.36 എടുത്താൽ മതി. അപ്പം ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളത് ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുന്നത് ഒരു പരാബോളിക് ഷേപ്പേ ചോദിക്കാറുള്ളൂ. അപ്പം ഈ പരാബോളയുടെ ഷേപ്പ്, പരാബോളയുടെ ഇക്വേഷൻ എന്താ? പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x ഫോമാണ്. അപ്പം വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x ഫോം, ഇങ്ങനെയുള്ള ഫോമിലുള്ള കർവ് ഉണ്ട് എങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y is equal to cos x between x is equal to 2 and x is equal to 3. ഇവിടെ ഓൾറെഡി y is equal to എന്ന് പറഞ്ഞ് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ cos 2x എന്ന് പറയുന്നത് നമ്മൾ ഫംഗ്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ cos 2x എന്ന് കൊടുക്കാം. cos, ഞാൻ ബ്രാക്കറ്റിലാണ് സാധാരണ ആംഗിൾ കൊടുക്കാറ്, cos 2x. വേരിയേഷൻ മാറ്റിയിട്ടില്ല. എക്സ് ഇസ് ഈക്വൽ ടു 2 to 3 വേരിയേഷനോടെ മാറ്റിയാൽ മാത്രമേ ഇത് കറക്റ്റ് ആകത്തുള്ളൂ. നമ്മൾ ഈ ഇത് വെച്ചിട്ട് എഴുതാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ തെറ്റിപ്പോവും. 2 to 3 അപ്ലൈ. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ 2 തൊട്ട് 3 വരെയുള്ള ഏരിയ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ എപ്പോഴും ഏരിയ എന്ന് പറയുന്നത് ഇത് എക്സ് ആക്സിസിൻ്റെ മുകൾ ഭാഗത്താണ് ഏരിയ എങ്കിൽ അത് നമുക്കെടുക്കാം. എക്സ് ആക്സിസിൻ്റെ താഴെയാണ് ഏരിയ എങ്കിൽ അത് നമുക്കെടുക്കാം. കുറച്ച് മുകളിലും കുറച്ച് താഴെയുമായിട്ടാണ് എങ്കിൽ ABS എടുത്തിട്ട് വേണം നമ്മൾ ഏരിയ എടുക്കാനായിട്ട്. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷനെ കുറച്ച് മുകളിലും കുറച്ച് താഴെയുമായിട്ടാണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂക്കകത്ത് കൊടുത്ത് വേണം, ABSൻ്റെ അകത്ത് കൊടുത്ത് വേണം cos 2x എഴുതി ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. അപ്പം താഴെ കിടക്കുന്ന ഏരിയയും കൂടെ മുകളിലേക്ക് കയറി വരും. അത് ഈ ഒരു കേസിൽ മാത്രമേ ഉള്ളൂ. കുറച്ച് ഏരിയ മേളിലും കുറച്ച് ഏരിയ താഴെയുമായിട്ടാണ് എങ്കിൽ ABSൻ്റെ അകത്ത് ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ 0.48 ആണ് നമ്മുടെ ആൻസർ. ഇവിടെ കണ്ടോ, മോഡ് cos 2x ആണ് ഫംഗ്ഷൻ, ഏരിയ വരുന്നത് 0.48 ആണ്. ഇനിയും ഇതിനകത്ത് വേറൊരു കേസുണ്ട്, വേറൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ the curve y is equal to sin x, x axis, x is equal to pi, x is equal to 2 pi. Find the area bounded by the curve y is equal to sin x. y is equal to ആയതുകൊണ്ട് നമുക്ക് sin x എന്നുള്ളത് ആദ്യമേ കൊടുക്കാം. sin x എൻ്റർ ചെയ്യാം. പൈ ടു 2 പൈയിലാണ് വേരിയേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പൈ ടു 2 പൈ കൊടുക്കാൻ ഇവിടെ 2 പൈ, പൈ ടു 2 പൈ, പൈക്ക് PI എന്നങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. PI പൈ ടു 2 പൈ കൊടുക്കുമ്പോൾ കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് ഏരിയ താഴെയാണ്. കംപ്ലീറ്റ് ആയിട്ട് ഏരിയ താഴെയാണെങ്കിൽ ഇത് നെഗറ്റീവ് ഏരിയ ആണ്.
നെഗറ്റീവ് ഏരിയ ആണെങ്കിലും നമ്മൾ ഏരിയയ്ക്ക് പ്ലസ്സേ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇത് ഏരിയ 2 എന്നും പറഞ്ഞ് എഴുതിയാൽ മതി. അതായത് നമ്മൾ ഫംഗ്ഷൻ കൊടുത്ത് വേരിയേഷൻ കൊടുത്തു കഴിയുമ്പോൾ കാണിക്കുന്ന ഷെയ്ഡഡ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് മുകളിലാണെങ്കിൽ അത് നമുക്ക് എടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് താഴെയാണെങ്കിൽ അതും നമുക്ക് എടുക്കാം. ആ മൈനസ് അങ്ങ് കളഞ്ഞാൽ മതി. കുറച്ച് മുകളിലും കുറച്ച് താഴെയുമാണെങ്കിൽ ABS എടുത്ത് ഫംഗ്ഷൻ മേളിൽ കയറ്റിയിട്ട് വേണം അവിടെ നമ്മൾ ഏരിയ എടുക്കാനായിട്ട്. ഈ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പരാബോളയുടെ കേസ് വരുമ്പം ഇൻറ്റു 2 എന്നുള്ളത് ചെയ്യുക. അത്രയുമാണ് ഇപ്പം നമ്മൾ ഓർത്ത് വെക്കാനുള്ള കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ, find the area of the region bounded by the curve y is equal to 3x square minus 2 between x is equal to minus 1 and x is equal to 4. y is equal to 3x square minus 2. ഇവിടെ y is equal to എന്നാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ അതുപോലെ ഇട്ട് കൊടുത്താൽ മതി. 3x square minus 2 between minus 1 and 4. അപ്പോൾ ഇവിടെ ഏരിയ വരുന്നത് -1നും 4നും ഇടയ്ക്കാണ്. ഇവിടെയും കുറച്ച് ഏരിയ മുകളിൽ കുറച്ച് ഏരിയ താഴെ, -1 to 4 അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ എത്രയോ ഇവിടെ ടോട്ടൽ ഏരിയ ഇവിടെ മേളിലുണ്ടായിരുന്ന ഏരിയയുമായിട്ട് ഇത് ക്യാൻസൽ ആയിപ്പോയി. ആ ഏരിയയാണ് ഈ കാണിക്കുന്നത് 55 എന്ന് പറയുന്നത്. 55 അല്ല ശരിക്കും ഏരിയ, ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് ഏരിയ. അപ്പം ഇങ്ങനെ കുറച്ച് മൊത്തം മേളിലാണെങ്കിൽ ആ ഏരിയയാണ് നമ്മളെ കാണിക്കുന്നത്. മൊത്തം താഴെയാണെങ്കിൽ ആ ഏരിയയാണ് നമ്മളെ കാണിക്കുന്നത്. കുറച്ച് മേളിലും താഴെയാണെങ്കിൽ കുറച്ച് പോയിട്ടുള്ള ഏരിയയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഈ താഴെ മേളിലുമായിട്ട് നിൽക്കുന്ന കേസിൽ കംപ്ലീറ്റ് ആയിട്ട് മേളിലേക്ക് എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ABSൻ്റെ അകത്ത് വേണം 3x square minus 2 കൊടുക്കാനായിട്ട്. ABSൻ്റെ അകത്ത് വേണം 3x square minus 2 കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പം -1 മുതൽ 4 വരെയുള്ള ഏരിയ നമ്മൾ നേരത്തെ 55 എന്നാണ് കണ്ടത്. ആ താഴേക്കുള്ള ഏരിയയും കൂടി മേളിലേക്ക് വന്നപ്പോൾ അതുകൂടി ഇതിനകത്ത് ആഡായി. അപ്പോൾ 59.35 എന്ന് നമുക്ക് ഏരിയ കിട്ടി. എപ്പോൾ മോഡിൻ്റെ അകത്ത് കൊടുത്തപ്പോഴാണ് കിട്ടിയത്. ഉണ്ടോ, മോഡിൻ്റെ അകത്ത് കൊടുത്തപ്പോൾ ഇങ്ങനെ ഏരിയ കിട്ടി. 59.35 എന്നാണ് ആൻസർ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് x square by 36 plus y square by 16 is equal to 1. ഈ ഒരു എലിപ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. x square by 36 x square by 36 plus y square by 16 is equal to 1 എന്ന് പറയുന്ന എലിപ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് y is equal to എന്നുള്ള ഫോമിൽ കിട്ടിയാൽ മാത്രമല്ലേ ഫംഗ്ഷൻ ബോക്സിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഫോമിലേക്ക് മാറ്റുക. അപ്പം ഈ ഒരു ടേമിന് അവിടെ നിർത്തണം. ഇവിടെയാണല്ലോ y കിടക്കുന്നത്. അപ്പോൾ y square by 16 is equal to 1. ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ 1 minus x square by 36 എന്നാവും. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ലൈൻ ഇക്വേഷനിലേക്ക് പോകണം. ഈ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ LCM എടുത്തേ പറ്റും. LCM എടുക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എഴുതാം y square by 16 is equal to LCM എടുക്കുന്നത് 1ൻ്റെ താഴെ ആരുമില്ല. അപ്പോൾ 1 ഉണ്ടെന്ന് അർത്ഥം. ഈ നമ്പറിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ നമ്പറിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 36നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 36 മൈനസ് 1നെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം x square ഡിവൈഡഡ് ബൈ ഇത് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ താഴെ കിടക്കുന്ന 16നെ ഡയറക്റ്റ് മേളിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. നമ്മൾ ചെയ്യാറില്ലേ 2x is equal to 6 ആണെങ്കിൽ x is equal to 6/2 എന്ന് പറയാറില്ലേ? ഈ 2ൻ്റെ താഴേക്ക് ഇറക്കാറില്ലേ എന്ന് പറയുന്ന പോലെ താഴെ കിടക്കുന്ന ഒരാളെ നമുക്ക് ഡയറക്റ്റ് മേളിലേക്ക് കൊണ്ടുവരാനുള്ള പ്രൊവിഷനും ഉണ്ട്. അപ്പോൾ ഈ താഴെ കിടക്കുന്ന 16നെ നമ്മൾ ഡയറക്റ്റ് മേളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, y square is equal to 16 into 36 minus x square by 36 എന്ന് വരും. ഇനി ഈ 36 കോമൺ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ഇതിനെ പുറത്തേക്ക് എടുക്കാം. y square is equal to 16/36 into 36 minus x square. ഇതാവുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞു. ഇനിയും ഇവിടെ നമ്മൾ തിയറിയിൽ ഈ പ്രോബ്ലംസ് എലിപ്സിനെ കുറേ ചെയ്യാറുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എളുപ്പമായിരിക്കും.
അപ്പോൾ വൈ സ്ക്വയർ ഇതാണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എന്താ, ഇതിൻ്റെ റൂട്ട് വരും, റൂട്ട് ഓഫ് 16/36 ഇൻറ്റു 36 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, y ഈസ് ഈക്വൽ ടു 16/36 റൂട്ടിന് പുറത്ത് വരുമ്പോൾ 4/6 റൂട്ട് ഓഫ് 36 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ y ഈസ് ഈക്വൽ ടു എന്നുള്ള ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ വേണം ഇൻപുട്ട് ബോക്സിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനെ ഇവിടെ ഇൻപുട്ട് ബോക്സിൽ കൊടുക്കാനായിട്ട് 4/6 കഴിഞ്ഞിട്ട് ഇവിടെ SQRT എടുക്കണം. 4/6 കഴിഞ്ഞിട്ട് ഞാനൊരു ബ്രാക്കറ്റ് കൊടുത്തിട്ടാണ് എഴുതുന്നത്. SQRTക്ക് അകത്താണ് ആര് കിടക്കുന്നത്, 36 മൈനസ് എക്സ് സ്ക്വയർ കിടക്കുന്നത്. 36 മൈനസ് എക്സ് സ്ക്വയർ കിടക്കുന്നത്. എൻ്റർ ചെയ്യാം. അപ്പം നമുക്കിവിടെ ഫംഗ്ഷൻ വരും. നമ്മൾ ടൈപ്പ് ചെയ്തത് ശരിയാണോ എന്നറിയാൻ ഇവിടെ റൂട്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വീണിട്ടുണ്ടോ എന്നറിയാൻ ഇവിടെ നോക്കിയാൽ മതി. അപ്പോൾ ഫംഗ്ഷൻ കറക്റ്റാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ അറിയാം, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇപ്പം നമുക്ക് ഇത് ഒരു എലിപ്സിൻ്റെ ഏകദേശം ഷേപ്പ് പോലെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ്റെ അകത്തും വേരിയേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എലിപ്സിൻ്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത് വേരിയേഷൻ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ പടം നോക്കുകയാണെങ്കിൽ എലിപ്സിൻ്റെ വേരിയേഷൻ വന്നിരിക്കുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാണ്, -6 മുതൽ 6 വരെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ വേരിയേഷൻ എന്താ കൊടുക്കേണ്ടത് ഇവിടെ പറഞ്ഞിട്ടില്ല എങ്കിലും -6 മുതൽ 6 വരെ എന്നുള്ളതാണ് നമ്മൾ വേരിയേഷനായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം 37.7 നമുക്ക് കിട്ടി. ഇനിയും കഴിഞ്ഞില്ല, നേരത്തെ പരാബോളയുടെ കേസ് പറഞ്ഞതുപോലെ പരാബോള, സർക്കിൾ, എലിപ്സ് ഈ 3 കേസസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 3 കേസസ് പ്രത്യേകം ശ്രദ്ധിക്കുക. പരാബോള, സർക്കിള്, എലിപ്സ്. പരാബോള, സർക്കിൾ, എലിപ്സ്. പരാബോള എന്ന് പറയുമ്പോൾ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു സംതിങ് എന്നുള്ള രീതിയിലാണെങ്കിൽ പരാബോള ആയിരിക്കും. അപ്പോൾ അവിടെ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മേലത്തെ ഭാഗം മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ × 2 ചെയ്യണം. സർക്കിളിൻ്റെ ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇതാണ് ഇപ്പോൾ എലിപ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എലിപ്സിന് നമ്മൾ വൈ ഈസ് ഈക്വൽ ടു എന്നുള്ള ഫോമിലാക്കി കഴിഞ്ഞിട്ട് വേരിയേഷൻ കൊടുക്കുക. വേരിയേഷൻ കൊടുത്ത് കഴിഞ്ഞിട്ടും കഴിഞ്ഞില്ല, എലിപ്സ് നമുക്കറിയാം താഴേക്കും ഉണ്ട്. അപ്പോൾ ഈ കിട്ടിയ ആൻസറിനെ × 2 ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. 37.7 × 2 ചെയ്യുമ്പം എന്താണോ കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ ഏരിയ. 37.7 × 2 എന്ന് പറയുന്നത് ഈസ് 75.4 ആണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ഷെയ്ഡായി. അപ്പോൾ 75.4 ആണ് ഇവിടെ ആൻസർ. അത് കഴിഞ്ഞു. ഇനി ഇവിടെ ചോദിക്കാനായിട്ട് സാധ്യതയുള്ള 5ാമത്തെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് എലിപ്സ് ആണ്. ചില ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് ഈ എലിപ്സിന് പകരം സർക്കിളാണ് വന്നിരിക്കുന്നത്. ഇപ്പം സർക്കിൾ വരുവാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സർക്കിളാണെങ്കിൽ കുറച്ചുകൂടെ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ x² + y² = 4 എന്ന് തന്നിട്ടുണ്ട്. അവിടുന്ന് y² = 4 - x² ആണെന്ന് നമുക്കറിയാം. y = റൂട്ട് ഓഫ് 4 - x² ആണ്. ഇനി ഇതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റൂട്ട് ഓഫ് 4 - x². SQRT റൂട്ട് ഓഫ് ബ്രാക്കറ്റിൻ്റെ അകത്ത് 4 - x². എൻ്റർ ചെയ്യുക. ഓക്കെ, അതിൻ്റെ വേരിയേഷൻ കൊടുത്തിട്ടില്ലല്ലോ, വേരിയേഷനും കൊടുത്തിട്ടില്ല. അപ്പം ഈ സർക്കിളിൻ്റെയും ഇവിടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് വേരിയേഷൻ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ പടം നോക്കുവാണെങ്കിൽ അതിൻ്റെ എൻഡ് പോയിരിക്കുന്നത് -2 മുതൽ 2 വരെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഏരിയയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ എന്തോ എറർ വന്നിട്ടുണ്ട്. റൂട്ട് ഓഫ് SQRT ബ്രാക്കറ്റിൽ 4 - x². ഓക്കെ, അപ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഏരിയ വേരിയേഷൻ വന്നിരിക്കുന്നത് -2 മുതൽ 2 വരെയാണ് ഇവിടെ വേരിയേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇവിടെ
2 മുതൽ 2 വരെയുള്ള ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, -2 മുതൽ 2 വരെയുള്ള ഏരിയ ഈസ് 6.28. അതിവിടെ തെളിഞ്ഞ് കാണുന്നില്ല. ഓക്കെ, -2 മുതൽ 2 വരെയുള്ള ഏരിയ എന്ന് പറയുന്നത് 6.28 ആണ്. പക്ഷെ 6.28 എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തെ മാത്രം ഏരിയ ആണ്. നമുക്ക് താഴേക്കൂടുള്ള ഏരിയ വേണം. അപ്പം 6.28 ഇൻറ്റു 2 ചെയ്ത ആൻസർ വേണം നമ്മൾ എടുക്കാനായിട്ട്. അത് 12.56 ആണ്. ഇതാണ് ഒറിജിനൽ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പം ആദ്യം തൊട്ടൊന്നുകൂടെ പറയാം. ഇവിടെ നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഫംഗ്ഷൻ നമ്മളിവിടെ ആദ്യം കൊടുക്കും. അത് കഴിയുമ്പോൾ ഒരു കമാൻഡ് ഉണ്ട്. ആ കമാൻഡ് ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ഫംഗ്ഷൻ മാറ്റാനായിട്ട് ഒരു ബോക്സും റീജിയൻ ഏരിയ ഇതിൻ്റെ വേരിയേഷൻ മാറ്റാനായിട്ട് ഇതുമാണ് കമാൻഡുമാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഏരിയയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ഈ ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, y = എന്നുള്ള ഫോമിലാണോ ഫംഗ്ഷൻ എന്ന് നോക്കുക. y = എന്നുള്ള ഫോമിലാണെങ്കിൽ റൈറ്റ് സൈഡ് നമുക്ക് അതുപോലെ ഫംഗ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഏരിയ ഇത് വേരിയേഷൻ നമുക്ക് കമാൻഡിൽ കൊടുക്കാം. അങ്ങനെ ഏരിയ കണ്ടുപിടിക്കാം. ഇനി y = എന്നല്ല, ഇപ്പോൾ y² എന്നുള്ള രീതിയിലാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? y = എന്നുള്ള രീതിയിലേക്ക് അതിനെ കൊണ്ടുവന്നിട്ട് വേണം നമ്മളിവിടെ ഇൻപുട്ട് ബോക്സിൽ കൊടുക്കാനായിട്ട്. വേരിയേഷൻ അതുപോലെ തന്നെ കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനുള്ള 1-2 കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, ഏരിയ കംപ്ലീറ്റ് ആയിട്ട് മുകളിലാണ് കാണുന്നതെങ്കിൽ വേരിയേഷൻ കൊടുത്തതിന് ശേഷം ഏരിയ കംപ്ലീറ്റ് ആയിട്ട് മുകളിലാണ് കാണുന്നതെങ്കിൽ ഏരിയ അങ്ങനെ എടുക്കാം. ഏരിയ കംപ്ലീറ്റ് ആയിട്ട് താഴെയാണ് കാണുന്നതെങ്കിൽ അത് ആസിച്ച് എടുക്കാം. ഏരിയ കുറച്ച് മുകളിലും കുറച്ച് താഴെയാണെങ്കിൽ ABS എടുത്തിട്ട് വേണം ഇവിടെ ഫംഗ്ഷൻ മാറ്റി കൊടുക്കാനായിട്ട്. ഇനി എപ്പോഴും ഏത് ഫംഗ്ഷൻ വന്നാലും y = എന്നുള്ള ഫോമിലാക്കിയിട്ട് ABS ഇട്ട് കൊടുത്താൽ എപ്പോഴും അത് സേഫ് ആയിരിക്കും. അത് ഒരു സേഫ്റ്റി മാർഗമാണ്. എപ്പോഴും ഫംഗ്ഷനെ y = എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് ABSൻ്റെ അകത്ത് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എപ്പോഴും സേഫായിട്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം എപ്പോഴും മേളിലേക്കുള്ള ഏരിയ കിട്ടും. ഇപ്പോൾ ഒരിക്കലും തെറ്റുകയില്ല, ഒരു ക്വസ്റ്റ്യനും തെറ്റുകയില്ല. അപ്പം കംപ്ലീറ്റ് ആയിട്ട് മേളിലാണെങ്കിൽ അതെടുക്കാം, കംപ്ലീറ്റ് ആയിട്ട് താഴെയാണെങ്കിൽ അതെടുക്കാം, കുറച്ച് മേളിലും കുറച്ച് താഴെയാണെങ്കിൽ ABS കൊടുക്കാം. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, പരാബോള, സർക്കിൾ, എലിപ്സ് വരുന്ന കേസാണ്. പരാബോള ആണെങ്കിൽ C ഷേപ്പാണ്. അപ്പം മുകളിൽ മാത്രമുള്ള ഭാഗം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എബോ X ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ മാത്രം എടുക്കാം, അല്ലെങ്കിൽ ഇൻറ്റു 2 ചെയ്ത് താഴെയുള്ളതുകൂടെ എടുക്കാം. പിന്നെ എലിപ്സ് വരുവാണെങ്കിലും നമ്മളിങ്ങനെ വരുമ്പോൾ അതിൻ്റെ വേരിയേഷൻ പറഞ്ഞിട്ടുണ്ടാകുകയില്ല. ഇവിടെ നോക്കി വേരിയേഷൻ മാറ്റി കൊടുക്കുക. അതും ഇൻറ്റു 2 ചെയ്ത് ഫുൾ എലിപ്സിൻ്റെ ഏരിയ വേണം എടുക്കാൻ. അതുപോലെ തന്നെ സർക്കിൾ വരുമ്പോഴും ഇതുപോലെ വേരിയേഷൻ പറഞ്ഞിട്ടുണ്ടാവുകയില്ല. വേരിയേഷൻ കൊടുത്തിട്ട് കാണുന്ന ഏരിയനെ ഇൻറ്റു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് വേണം ഏരിയ എഴുതാനായിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി മാറ്റി മാത്രമേ ഈ ലാബിൻ്റെ അകത്ത് ചോദിക്കുകയുള്ളൂ.